എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ന്യൂസ് ഡിറ്റർമിനൻസ് എന്തൊക്കെയാണെന്നാണ് പഠിച്ചത്. ഒരു 10-11ഓളം ന്യൂസ് ഡിറ്റർമിനൻസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പം നമുക്ക് ഒരു കാര്യം മനസ്സിലായി, എങ്ങനെയാണ് ഒരു ന്യൂസിനെ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. നമുക്ക് ന്യൂസ് എന്താണെന്ന് അല്ലെങ്കിൽ ഒരു ന്യൂസ് എങ്ങനെ വരുമെന്ന് നമുക്ക് മനസ്സിലായി. ഇനി ഇത് എഴുതാനായിട്ടൊരു സ്റ്റൈലുണ്ട്. ഇപ്പോൾ തോന്നിയ പോലെ വാരിയും വലിച്ച് എഴുതാനായിട്ട് പറ്റില്ല. നമ്മളൊരു ഡയറി എഴുതുന്ന പോലെ നമുക്ക് എഴുതാനും പറ്റില്ല. കാരണം നമ്മുടെ ലൈഫിനെ മാത്രം ബാധിക്കുന്നൊരു വിഷയമാണ്. നമ്മൾ വേറൊരാൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അത് ആ റിപ്പോർട്ടിന് അതിൻ്റേതായിട്ടുള്ളൊരു വാല്യൂ കിട്ടാവുന്ന രീതിയിൽ, അവർക്കത് മനസ്സിലാക്കി കൊടുക്കാവുന്ന രീതിയിലേക്ക് നമ്മളുടെ റിപ്പോർട്ടിന് ശക്തി ഉണ്ടായിരിക്കും. ബേസിക്കായിട്ടും ഒരു റിപ്പോർട്ടറെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു ജേർണലിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായിട്ട് 2 രീതിയിലാണ് ന്യൂസ് റിപ്പോർട്ടുകൾ അദ്ദേഹം തയ്യാറാക്കുക. ഫസ്റ്റ് വണ്ണാണ് ഇൻവെർട്ടഡ് പിരമിഡ് സ്റ്റൈൽ. രണ്ടാമത്തേതാണ് അവർ ഗ്ലാസ് സ്റ്റൈൽ. രണ്ടും നമുക്ക് പഠിക്കാനുണ്ട്. പക്ഷെ ഇപ്പോൾ ഇന്ന് ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻവെർട്ടഡ് പിരമിഡ് സ്റ്റൈലിനെ കുറിച്ചിട്ടാണ്. വാട്ട് ഈസ് മീൻ ബൈ ഇൻവെർട്ടഡ് പിരമിഡ്? അതാണ് ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം. നമുക്കൊന്ന് നോക്കാം. 2 കാര്യങ്ങളിൽ ഞാൻ വളരെ മോശമാണെന്ന് എനിക്ക് തന്നെ നല്ല ബോധ്യമുള്ള വ്യക്തിയാണ്. അത് നിങ്ങളും ബോധ്യപ്പെട്ടിട്ടുള്ള ആൾക്കാരാണ്. ഫസ്റ്റ് തിങ്, എനിക്ക് വരയ്ക്കാനായിട്ട് അറിയില്ല, തീരെ അറിയില്ല. 2, വളരെ മോശം ഹാൻഡ് റൈറ്റിങ്ങിന് ഉടമയായിട്ടുള്ളൊരു വ്യക്തിയാണ്. കുറേ ശ്രമിച്ചു, നന്നാക്കാൻ പറ്റുന്നില്ല. എനിഹൗ അത് രണ്ടും എനിക്കിനി മാറ്റിയെടുക്കാൻ പറ്റുമോ, അച്ചീവ് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. എങ്കിലും ആവശ്യകതയെ മുൻനിർത്തിക്കൊണ്ട്, സാഹചര്യമാണ് നമ്മളെ കൊണ്ട് പലതും ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്നതെന്നാണ് പൊതുവെ പറയാറ്. അതുകൊണ്ട് നമ്മുടെ സാഹചര്യത്തെ കണക്കിലെടുത്ത് ഞാൻ എന്നാൽ കഴിയും വിധം എഴുതുകയും വരയ്ക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. സാറേ, ഇതാണോ സാറേ പിരമിഡ് എന്ന് എന്നോട് ചോദിക്കരുത്, വിശ്വസിക്കുക, വേറെ വഴിയില്ല. അപ്പം ഞാനിവിടെ വരച്ചിരിക്കുന്നത് ത്രികോണമല്ല. ദിസ് ഇസ് ആൻ ഈജിപ്ഷ്യൻ സ്റ്റൈൽ പിരമിഡ്. കണ്ടിട്ടുണ്ടായിരിക്കും നിങ്ങൾ ഈ മമ്മികളെയൊക്കെ സൂക്ഷിച്ചു വയ്ക്കുന്ന, വീട്ടിലെ മമ്മിയല്ല, രാജാക്കന്മാരായിട്ടുള്ള ആൾക്കാർ, ഫറവോമാരെയൊക്കെ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ ഉപയോഗിച്ചിരുന്ന സാധനങ്ങളും ഒരുപാട് അവർക്ക് ഇനിയുള്ള നെക്സ്റ്റ് സ്റ്റേജിലൊരു ലൈഫുള്ളപ്പോൾ ആ ലൈഫിൽ ഉപയോഗിക്കാൻ വേണ്ട എല്ലാം കൂട്ടി ഒരു വലിയ ശവകുടീരം നിർമ്മിച്ച് അതിനകത്ത് അവരുടെ ഭൗതിക ശരീരം സൂക്ഷിച്ചു വയ്ക്കും. അങ്ങനെ സൂക്ഷിച്ചു വയ്ക്കുന്ന ഡെഡ് ബോഡീസിനെയാണ് മമ്മീസ് എന്ന് വിളിക്കുക. അങ്ങനെ സൂക്ഷിക്കുന്ന, അവർക്ക് വേണ്ടി ഉണ്ടാക്കുന്ന ശവകുടീരത്തിൻ്റെ പേരാണ് പിരമിഡ്. ഇതൊന്നും നിങ്ങളിപ്പോൾ അറിയുന്ന കാര്യങ്ങളല്ല, പുതിയതുമല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ ഏകദേശം ഇങ്ങനെയൊക്കെ ഒരു ഷേപ്പായിരിക്കും പിരമിഡിന്. പക്ഷെ ന്യൂസ് സ്റ്റോറിയെ സംബന്ധിച്ചിടത്തോളം ഈ പിരമിഡിനെ തിരിച്ചിടണം, ഇൻവെർട്ടഡ് ആക്കണം. ഇൻവെർട്ടർ എന്ന് വെച്ചാൽ ജസ്റ്റ് ഓപ്പോസിറ്റ്. ഇവിടെ ഒരു മൊന പോലെ വന്ന് ചെറുതായിട്ട് എൻഡ് ചെയ്യണോടത്ത് ഇവിടെ വലുതായിട്ട് ആരംഭിച്ച് ചെറുതായിട്ട് അവസാനിക്കുകയാണ്. ഞാൻ പറയുന്നത് ഈ സ്പേസാണ്. ഇവിടെ കണ്ടോ, ഇത്രയും വലിയൊരു സ്പേസ് ഫുള്ളായിട്ട് വലിയൊരു സ്പേസ് കെടുക്കുക. നേരെ മറിച്ച് അടിയിലേക്ക് എത്തുമ്പോൾ വളരെ കുറഞ്ഞു വരിക. ഇവിടെയാണെങ്കിൽ യഥാർത്ഥ പിരമിഡ് ആയിരുന്നെങ്കിൽ മുകളിൽ സ്പേസ് കുറവും താഴേക്ക് വരുമ്പോൾ വലിയ രീതിയിലുള്ള സ്പേസും അവൈലബിൾ ആയിരുന്നു. പക്ഷെ ന്യൂസ് സ്റ്റോറിക്ക് തുടക്കത്തിലാണ് വലിയ സ്പേസ് വേണ്ടത്, അതിനുശേഷമാണ് താഴേക്ക് വരുന്തോറും സ്പേസ് കുറഞ്ഞു വരേണ്ടത്. അതുകൊണ്ടാണ് ഇൻവെർട്ടഡ് ആയിട്ടൊരു പിരമിഡ് സ്റ്റൈലിൽ ന്യൂസ് സ്റ്റോറീസ് സാധാരണ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇനി എങ്ങനെയാണത് ഇൻവെർട്ടഡ് പിരമിഡ് സ്റ്റൈലിൽ എഴുതുന്നു എന്ന് എന്തുകൊണ്ട് വിളിക്കുന്നു എന്നും
എന്താണ് ആ രീതി എന്നുള്ളതാണ് നമ്മൾ ഇനിയുള്ള ഭാഗത്ത് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. അതിലേക്ക് പോകുന്നതിന് മുൻപ് നമുക്കിതിൻ്റെ ഒരു ന്യൂസ് സ്ട്രക്ചർ എന്നൊരു ഭാഗത്തിൻ്റെ ഇൻട്രോ ഒന്ന് നോക്കാം. എ ന്യൂസ് സ്റ്റോറി ഈസ് ഓർഗനൈസ്ഡ് ഡിഫറെൻ്റ്ലി ഫ്രം എനി അതർ ടൈപ്പ് ഓഫ് റൈറ്റിംഗ്. ഫോർ എക്സാമ്പിൾ, an essay would begin with an introduction and then move on to the body and then end with a powerful conclusion. But a news story quickly conveys the main fact of a happening, the climax, and then relates the other fact in order of diminishing importance. A diagram of the story would look something like this. The main advantage of this type of writing is that it is easy to grasp the important points in the first few seconds of the reading. Imagine you have witnessed a bank robbery. Would you tell your friends this? ഈ രീതിയിലാണോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലാണോ നിങ്ങൾ പറയുക എന്നുള്ളത് നമുക്കൊന്ന് നോക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് മുൻപ് ഇവിടെ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നു. നമ്മൾ ഒരു ന്യൂസ് സ്റ്റോറി തയ്യാറാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ചെയ്യുന്ന ഒരു രീതിയാണ് ആദ്യം കാര്യം എന്താന്ന് പറയും, പിന്നീട് അതിൻ്റെ ബാക്കി വിശദാംശങ്ങൾ താഴെയുള്ള പാരഗ്രാഫുകളിൽ വരും. ഉദാഹരണ സഹിതം പറയുകയാണെങ്കിൽ, ഒരു ക്രിക്കറ്റ് മാച്ച് നടന്നു. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്താൽ മതി കേട്ടോ. ഇന്ത്യ ഓസ്ട്രേലിയ. ഇന്ത്യ 310 റൺ അടിച്ചു, 4 വിക്കറ്റിന്. ഓസ്ട്രേലിയ 290 ഓൾ ഔട്ടായി. അങ്ങനെയെങ്കിൽ രോഹിത് ശർമ്മ 140 റൺ അടിച്ചു. KL രാഹുൽ 70 റൺ അടിച്ചു. ബുംറയ്ക്കൊരു 3 വിക്കറ്റ് കിട്ടി. 3 for 17, 17 3 വിക്കറ്റ്. ഓസ്ട്രേലിയക്ക് വേണ്ടി ബാറ്റ് ചെയ്തതിൽ സ്മിത്ത് 80 റൺ അടിച്ചു. വാർണർ 60 റൺ അടിച്ചു. അവരുടെ ബോളിങ്ങിൽ മികച്ചു നിന്നത് പാറ്റ് കമിൻസിന് 3 വിക്കറ്റ് കിട്ടി. പക്ഷേ 54 റൺ വിട്ട് കൊടുത്തു. ഇതാണ് സ്റ്റോറിയുടെ ഒരു രത്നച്ചുരുക്കം. ഇതിന് ഞാൻ നാളെ ന്യൂസ് സ്റ്റോറി ആയിട്ട് എൻ്റെ പത്രത്തിൽ പബ്ലിഷ് ചെയ്യാൻ പോവാണ്. അതെങ്ങനെയാണ് ഇൻവേർട്ടഡ് പിരമിഡ് സ്റ്റൈലിൽ വരിക എന്നുള്ളതാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. ഒരു ഇമാജിനേഷനാണ് കേട്ടോ, ഇങ്ങനെ തന്നെ വരണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഞാൻ പറയുകയാണ് ജസ്റ്റ്. ഇന്ത്യ ഓസ്ട്രേലിയ 1-ാം ഏകദിനത്തിൽ ഇന്ത്യക്ക് ആധികാരിക ജയം. ഹെഡ്ലൈൻ ചിലപ്പോൾ താണ്ഡവമെന്നോ ഹിറ്റ്മാൻ എന്നോ റോ ഹിറ്റ് എന്നൊക്കെ എഴുതാം. ഹെഡ്ലൈൻ എന്തു വേണമെങ്കിലാവും. ജയിച്ചു തുടങ്ങി, ഇന്ത്യയുടെ വിജയഗാഥ, അങ്ങനെ തുടങ്ങി ഹെഡ്ലൈൻസ് എന്തു വേണമെങ്കിൽ ആവും. ഇന്ത്യ ഓസ്ട്രേലിയ ഏകദിന പരമ്പരയിലെ 1-ാം മത്സരത്തിൽ ഇന്ത്യക്ക് 20 റണ്ണിൻ്റെ വിജയം. അവസാന ഓവറുകളിലേക്ക് ആവേശം നീണ്ട മത്സരത്തിൽ ഇന്ത്യ 50 ഓവറിൽ 310-4, ഓസ്ട്രേലിയ 290 ഓൾ ഔട്ട്. 48 പോയിൻറ്റ് സംതിങ് ഓവറുകളിൽ ഓൾ ഔട്ട്. ഇത് ആദ്യത്തെ പാരഗ്രാഫ്. അതിൽ ചിലപ്പോൾ ഒരു വാചകം കൂടി ആഡ് ചെയ്യും. മത്സരത്തിൽ 140 റൺ നേടിയ രോഹിത് ശർമ്മ മാൻ ഓഫ് ദി മാച്ചായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഫസ്റ്റത്തെ പാരഗ്രാഫ് കഴിഞ്ഞു. ദാറ്റ് ഷോസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്
ദിസ് ഈസ് അതർവൈസ് കോൾഡ് ആസ് ലീഡ്. ലീഡ് എന്ന് പറയുന്നത് സ്റ്റാർട്ടിംഗ് പാരഗ്രാഫിനെയാണ്, അല്ലെങ്കിൽ ഫസ്റ്റ് പാരഗ്രാഫിനെയാണ് ലീഡ് എന്ന് പറയുന്നത്. ഈ ലീഡിലൂടെ നമുക്ക് ഈ വാർത്തയെ സമ്മറൈസ് ചെയ്യാൻ പറ്റണം. സമ്മറൈസ് ദ സ്റ്റോറി. റീഡർക്ക് ഒരു കംപ്ലീറ്റ് ആക്സസ് കിട്ടണം. വാട്ട് ഈസ് ഓൾറെഡി ഹാപ്പൻ, എന്താണ് സംഭവിച്ചു കഴിഞ്ഞത്. ഇന്ത്യ ഓസ്ട്രേലിയ ഏകദിന പരമ്പര തുടങ്ങിയെന്നും ആദ്യ മത്സരത്തിൽ ഇന്ത്യ 310 റൺ നേടിയെന്നും ഓസ്ട്രേലിയ 290 അവസാനിച്ചുവെന്നും ഇന്ത്യ 20 റൺസിന് വിജയിച്ചുവെന്നും ഏറ്റവും മികച്ച കളി പുറത്തെടുത്ത രോഹിത് ശർമ്മ മാൻ ഓഫ് ദി മാച്ച് ആയി എന്നും അറിഞ്ഞാൽ ദാറ്റ്സ് ഇനഫ്. ലീഡിന് അത് മതി. ഇനി എനിക്ക് വേണമെങ്കിൽ ഐഡന്റിഫൈ ദ ഇമ്പോർട്ടൻറ്റ് തിങ്സ്. ഇനി നമുക്ക് ലെസ് ഇമ്പോർട്ടൻസിലേക്ക് പോവാം. ഞാൻ അതിലേക്കാണ് ഇനി പോകാൻ പോകുന്നത്. നമ്മുടെ വാർത്ത കഴിഞ്ഞിട്ടില്ലേ? നെക്സ്റ്റ് പറയിലേക്ക്. മെൽബൺ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ 60,000 കാണികൾക്ക് മുൻപിൽ നടന്ന മത്സരത്തിൽ ടോസ് നേടിയ ഓസ്ട്രേലിയ ഇന്ത്യയെ ബാറ്റിങ്ങിന് അയക്കുകയായിരുന്നു. ഓസ്ട്രേലിയൻ ക്യാപ്റ്റൻ സ്റ്റീവൻ സ്മിത്തിൻ്റെ തീരുമാനത്തെ ശരിവെക്കും വിധം ആദ്യ ഓവറിൽ തന്നെ ശിഖർ ധവാന്റെ വിക്കറ്റ് നേടാൻ ഓസ്ട്രേലിയക്കായി. എന്നാൽ രണ്ടാം വിക്കറ്റിൽ ഒത്തുചേർന്ന രോഹിത് ശർമ്മ KL രാഹുൽ സഖ്യം 140 റണ്ണിൻ്റെ കൂട്ടുകെട്ട് സ്ഥാപിക്കുകയും ഇന്ത്യയുടെ സ്കോറിംഗ് റേറ്റ് ശരാശരി 7 റൺ എന്ന നിരക്കിലേക്ക് ഉയർത്തിക്കൊണ്ടുപോവുകയും ചെയ്തു. എന്നാൽ 32ാം ഓവറിൽ KL രാഹുലിന് നഷ്ടമായ ഇന്ത്യക്ക് ക്യാപ്റ്റൻ വിരാട് കോഹ്ലിയുടെ സമയോചിതമായ ബാറ്റിംഗ് ആണ് മികച്ച സ്കോർ നേടിയെടുക്കാൻ സഹായകരമായത്. പതിയെ തുടങ്ങിയ രോഹിത് ശർമ്മ സെഞ്ചുറി നേടിയതിനു ശേഷമുള്ള 40 റൺ കരസ്ഥമാക്കാൻ വെറും 11 ബോളുകൾ മാത്രമാണ് ഉപയോഗപ്പെടുത്തിയത്. 140 റൺസ് നേടിയ ഇന്നിങ്സിൽ 8 ഫോറുകളും 12 സിക്സറുകളും പറത്തിക്കൊണ്ടാണ് രോഹിത് ശർമ്മയുടെ സംഹാര താണ്ഡവം ഇന്നലെ അരങ്ങേറിയത്. ഓസ്ട്രേലിയൻ ബൗളേഴ്സിൽ ഒട്ടുമിക്കവാറും ആളുകൾ, അല്ലെങ്കിൽ ഭൂരിപക്ഷം പേരും രോഹിത് ശർമ്മയുടെ ബാറ്റിൻ്റെ ചൂടറിഞ്ഞു. ലെസ് ഇമ്പോർട്ടൻസ് എന്നുള്ള ഭാഗത്തിലെ ഒരു വിധമായി. ഇനി രണ്ടാമത്തെ ഇന്നിങ്സിനെ കുറിച്ച് പറയാം. മറുപടി ബാറ്റിങ്ങിൽ 310 റൺ ലക്ഷ്യവുമായി ഇറങ്ങിയ ഓസ്ട്രേലിയയ്ക്കും ആദ്യ ഓവറിൽ തന്നെ പ്രഹരമേറ്റു. ഓപ്പണർ ആരോൺ ഫിഞ്ചിന്റെ വിക്കറ്റ് നേടിക്കൊണ്ട് ജസ്പ്രീത് ബുംറ ഇന്ത്യക്ക് മികച്ച തുടക്കം നൽകി. എന്നാൽ ഡേവിഡ് വാർണറും സ്റ്റീവൻ സ്മിത്തും ചേർന്ന് 95 റൺസിന്റെ പാർട്ട്ണർഷിപ്പ് ഉണ്ടാക്കിയെടുക്കുകയും വിജയത്തിലേക്ക് ഓസ്ട്രേലിയയെ മുന്നോട്ട് നയിക്കുകയും ചെയ്തു. എന്നാൽ 28ാം ഓവറിൽ കുൽദീപ് യാദവ് വാർണറെ പുറത്താക്കിക്കൊണ്ട് ഇന്ത്യക്ക് മുൻകൈ നേടിക്കൊടുത്തു. പിന്നീട് വന്ന മാക്സ്വെല്ലിനും മാർക്കസ് സ്റ്റോയിനിസിനും കാര്യമായ സംഭാവനകൾ നൽകാൻ കഴിയാതിരിക്കുകയും ജസ്പ്രീത് ബുംറ 2 വിക്കറ്റുകൾ കൂടി നേടി ഇന്ത്യയെ മത്സരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരികയും ചെയ്തു. എന്നാൽ 32ാം ഓവറിൽ സ്റ്റീവൻ സ്മിത്തിനൊപ്പം ചേർന്ന ഓസ്ട്രേലിയൻ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ അലക്സ് കാരി ഓസ്ട്രേലിയയെ മുന്നോട്ട് നയിച്ചു. 28 റൺ കൂട്ടിച്ചേർക്കാൻ അലക്സ് കാരിക്ക് സാധിച്ചു. എന്നാൽ കൃത്യസമയത്ത് ഭുവനേശ്വർ കുമാറിലൂടെ വിക്കറ്റ് നേടിയ ഇന്ത്യ മത്സരം തിരിച്ചു പിടിച്ചു. അവസാന 5 ഓവറിൽ ഓസ്ട്രേലിയയ്ക്ക് ജയിക്കാൻ വേണ്ടിയിരുന്നത്
വെറും 37 റൺസ് മാത്രം. അവശേഷിക്കുന്ന 3 വിക്കറ്റുകൾ പിന്നീടുള്ള 2 ഓവറുകളിൽ നഷ്ടപ്പെടുത്തി ഓസ്ട്രേലിയ പരാജയം ഏറ്റുവാങ്ങുകയായിരുന്നു. കംപ്ലീറ്റായി ഇമ്പോർട്ടൻസ് പറഞ്ഞു, എക്സ്പ്ലെയിൻ ചെയ്തു, റിപ്പോർട്ടുകളും കൊടുത്തു. ഇനി എന്ത് ചെയ്യണം? കൺക്ലൂഡ് ചെയ്യണം. അതാണ് ലീസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ലെസ് ഇമ്പോർട്ടൻ്റ് കഴിഞ്ഞാൽ ലീസ്റ്റ്, തീരെ ഇമ്പോർട്ടൻസ് ഇല്ലാത്ത കാര്യം. എന്നാലും പറയാതിരിക്കാൻ പറ്റില്ല എന്ന് മാത്രം. അപ്പം എന്ത് പറയണം? പര്യടനത്തിലെ ആദ്യത്തെ ഏകദിനമാണ് ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നത്. 2ാം ഏകദിനം അഡ്ലൈഡ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ 28 നവംബർ മാസത്തിൽ നടക്കുന്നതായിരിക്കും. 3 ഏകദിനങ്ങൾ ഉൾപ്പെടുന്ന പരമ്പരയിൽ ഇന്ത്യ 1-0 ലീഡ് ചെയ്യുകയാണ്. അതിനാൽ തന്നെ അടുത്ത 2 മത്സരങ്ങളും ഓസ്ട്രേലിയയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട മത്സരങ്ങളാണ്. മത്സരത്തിനിടെ പരിക്കേറ്റ ഓസ്ട്രേലിയൻ വിക്കറ്റ് കീപ്പർ അലക്സ് കാരി അടുത്ത മത്സരത്തിൽ കളിക്കാൻ ഉണ്ടാകാൻ സാധ്യത കുറവാണെന്ന് ടീം മാനേജ്മെന്റ് അറിയിച്ചു. പകരം ഏതെങ്കിലും വേറൊരാൾ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനെ ഓസ്ട്രേലിയ ടീമിൽ ഉൾപ്പെടുത്തി. ഇത്രയും പറഞ്ഞാൽ ലീസ്റ്റ് ഇമ്പോർട്ടൻസും കഴിഞ്ഞു, വാർത്ത കംപ്ലീറ്റ് ആയി. ഇങ്ങനെ എഴുതുമ്പോഴുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് വായിച്ചു തീർക്കാൻ സമയമില്ല എന്ന് വിചാരിച്ചോ, ഇവിടെ വെച്ച് ഈ വായന കൂടെ അവസാനിപ്പിച്ചോ. കാര്യം മനസ്സിലാക്കിയ പോരെ? കാര്യം ഇവിടെ വായിച്ചപ്പോൾ മനസ്സിലായി. ഇനി എന്തിനാ നീട്ടിക്കൊണ്ടു പോണു? നേരെ ഉണ്ടെങ്കിൽ ഇതും വായിക്കാം, ഇതും വായിക്കാം. നേരെ മറിച്ച് നമ്മൾ എന്തുണ്ടായെന്ന് പറയുന്നില്ല, ഓസ്ട്രേലിയ ജയിച്ചോ ഇന്ത്യ ജയിച്ചോ എന്ന് പറയുന്നില്ല. കാര്യം ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ ഓസ്ട്രേലിയ 1ാം ഏകദിനം നടന്നു. ആദ്യം ഇന്ത്യ ബാറ്റ് ചെയ്ത് ഇന്ത്യക്ക് വേണ്ടി ആദ്യ 10 ഓവറിൽ രോഹിത് ശർമ്മയും ഇന്നാളും കൂടി ഇത്ര റൺ കൂട്ടിച്ചേർത്തു. എന്നാൽ അദ്ദേഹത്തിന് വിക്കറ്റ് നഷ്ടപ്പെട്ടപ്പോൾ 2ാമതായി ഇറങ്ങിയ വിരാട് കോഹ്ലി നല്ല രീതിയിൽ ബാറ്റ് ചെയ്യുകയും പിന്നീട് അദ്ദേഹത്തിന് വിക്കറ്റ് നഷ്ടപ്പെടുകയും ചെയ്തു. എന്നാൽ രോഹിത് ശർമ്മയുടെ അപാര ബാറ്റിംഗ് മികവ് ഇന്ത്യയെ മികച്ച സ്കോറിലേക്ക് നയിച്ചു. ഓസ്ട്രേലിയയ്ക്ക് വേണ്ടി ഇന്നാൾ 2 വിക്കറ്റ് വീഴ്ത്തുകയും ഇത്ര റൺ വിട്ടു നൽകുകയും ചെയ്തു. മറ്റു ബോളർമാരെല്ലാവരും നല്ല രീതിയിൽ അടിവാങ്ങി. മറുപടി ബാറ്റിങ്ങിന് ഇറങ്ങിയ ഓസ്ട്രേലിയയ്ക്കും തുടക്കം പിഴച്ചു. ആദ്യ ഓവറിൽ തന്നെ ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ ആരോൺ ഫിഞ്ചിന്റെ വിക്കറ്റ് ഓസ്ട്രേലിയക്ക് നഷ്ടമായി. ഇങ്ങനെ പറഞ്ഞു പോയിട്ട് ഏറ്റവും അവസാനത്തുമ്പോൾ പറയാണ്, മത്സരത്തിൽ ഇന്ത്യ 20 റൺസിന് വിജയിച്ചു. എനിക്കൊത്തിരി തിരക്കുണ്ടെങ്കിൽ ഹെഡ്ലൈൻ എന്തായിരിക്കും അപ്പോൾ കൊടുക്കുക? ഇങ്ങനെയാണ് വാർത്ത കൊടുക്കുന്നതെങ്കിൽ ഹെഡ്ലൈനിൽ സസ്പെൻസ് ബ്രേക്ക് ചെയ്യില്ല. അപ്പോൾ ഹെഡ്ലൈൻ കൊടുക്കും, ഇന്ത്യ ഓസ്ട്രേലിയ ഏകദിന പരമ്പരയിലെ ആദ്യ മത്സരം, അല്ലെങ്കിൽ ഇന്ത്യ ഓസ്ട്രേലിയ പരമ്പര ആരംഭിച്ചു. വായിച്ചെത്തി ഇത്ര എത്തുമ്പോൾ അപ്പോഴേക്കും ഇവിടെ ഒരു പാരഗ്രാഫ്, ഇവിടെ ഒരു പാരഗ്രാഫ്, ഇവിടെ ഒരു പാരഗ്രാഫ്, പിന്നെ ഇവിടെ ഒരു കോളം, ഇവിടെ ഒരു കോളം, ഇവിടെ ഒരു കോളം. ഈ കോളം കഴിഞ്ഞ് ഈ കോളത്തിലായിരിക്കും ചിലപ്പോൾ വാർത്ത അവസാനിക്കുന്നത്. സോ 8 പാരഗ്രാഫ് ഞാൻ വായിക്കണം വാർത്ത എന്താണെന്ന് അറിയണമെങ്കിൽ. അത് സംഭവിക്കാതിരിക്കാനാണ് മെയിനായിട്ടും ഇങ്ങനെ എഴുതുന്നത്. ഞാനീ പറയുന്നത് പിരമിഡ് സ്റ്റൈലിൽ എഴുതിയാലത്തെ കാര്യമാണ്. ഇവിടെ ആദ്യ ഏകദിനം നടന്നുവെന്നും ഇവിടെ ആരൊക്കെ കണ്ണെടുത്തു എന്നും ഇവിടെ എന്തൊക്കെ സംഭവിച്ചു എന്നും ലാസ്റ്റ് പാരഗ്രാഫിൻ്റെ ഏറ്റവും അവസാനത്തെ പോയിന്റിൽ ഇവിടെയായിട്ട് പറയും ആര് ജയിച്ചു. അപ്പം ഞാൻ ഇത്രയും വായിക്കണം. ഇതായാൽ എൻ്റെ സമയമനുസരിച്ച്, എൻ്റെ താല്പര്യമനുസരിച്ച് ഇവിടെ വായന നിർത്താം, ഇവിടെ വായന നിർത്താം, എല്ലാം കഴിഞ്ഞ് ഇവിടെ വേണമെങ്കിൽ എനിക്ക് വായന നിർത്താം. ഇതാണ് ലാഭം. ഇനി എക്സ്ട്രാ ഒരു ബെനിഫിറ്റും കൂടി ഉണ്ട്. അത് എഡിറ്റോറിയൽ ഡിപ്പാർട്ട്മെൻറ്റിനാണ് അതിൻ്റെ ബെനിഫിറ്റ് ഉള്ളത്. അതെന്താണെന്ന് ആ സമയത്ത് പറയും. ഇനി നിങ്ങളൊരു ബാങ്ക് റോബറി കണ്ടാൽ നിങ്ങൾ എങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നുള്ളതാണ് ഇവിടെ പറയുന്നത്.
I went to the Federal Bank to deposit some money. I was standing in a queue for my turn. I had been waiting for about 5 minutes. Then 3 masked men came with guns. ഇങ്ങനെയായിരിക്കും നമ്മുടെ ഒരു ഇത്. എൻ്റെ പൊന്നളിയാ, ഇന്നലെ ഒന്ന് ബാങ്കിൽ പോയത് ഇഷ്ടം. 2000 രൂപ കയ്യിലുണ്ടായിരുന്നു. അത് അക്കൗണ്ടിൽ ഇട്ട് വയ്ക്കാമല്ലോ, വെറുതെ പാഴാക്കി കളയേണ്ട, കയ്യിലിടുന്ന ചിലവാവുള്ളൂ എന്ന് വിചാരിച്ചിട്ട് പോയതാ. ഏത് നേരത്താണ് ഫസ്റ്റ് ബാങ്കിൽ കയറാൻ തോന്നിയത്. ഞാനിങ്ങനെ വരിയിൽ നിൽക്കുക, കുറേ ആൾക്കാരുണ്ട് ബാങ്കിൽ ഓൾറെഡി. വരിയിൽ നിൽക്കണ നേരത്താണ് 3 ആൾ തോക്കായിട്ട് കയറി വന്നു. മുകളിലേക്ക് വെടിയും വെച്ചു. പേടിച്ചു, ഹാർട്ട് നിന്ന് പോയി തോന്നിച്ചു. ആദ്യമായിട്ട് ആ ഭീകരാക്രമണം അല്ലെങ്കിൽ ബാങ്ക് കവർച്ച മുന്നിൽ കാണുന്നു. ഒരാൾ നേരെ മാനേജറുടെ ക്യാബിലേക്ക് തോക്കും കൊണ്ട് ഓടിപ്പോയി. അയാൾ അവിടെ നിന്ന് പിടിച്ചു കൊണ്ടുവന്ന് സ്ട്രോങ് റൂം തുറന്ന് ഉള്ള പൈസയൊക്കെ എടുത്തിട്ട് അവർ പോയി കൂളായിട്ട്. ഞങ്ങളുടെ ഷട്ടർ പുറത്തുനിന്ന് തള്ളിയിട്ടിട്ട് പോയി. പിന്നെ ഞങ്ങളെല്ലാവരും ബാങ്കിൽ കിടന്ന് ബഹളം വെച്ചിട്ട് അപ്പുറത്തുനിന്ന് ബിൽഡിങ്ങിൽ നിന്ന് വേറെ 2 പേര് വന്നിട്ട് ബാങ്ക് തുറന്നു തന്നിട്ടാണ് ഞങ്ങളെ പുറത്തേക്ക് ഇറക്കിയത്. ഇതാണ് നമ്മുടെ സാധാരണഗതിയിലുള്ള റിപ്പോർട്ടിംഗ് രീതി എന്ന് പറയുന്നത്. ദിസ് വിൽ നോട്ട് ബി യുവർ നറേഷൻ. ആൻഷ്യസ് ടു ഷെയർ the news to your friends. You would get straight to the point. 3 men held up the Federal Bank. They shot the cashier, grabbed the money and got away. The news story of this robbery will be written like this. അത് ന്യൂസ് സ്റ്റോറി ആകുമ്പോൾ എങ്ങനെ മാറും എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കോഴിക്കോട് June 24. 3 masked gunmen robbed the city branch of Federal Bank at 10:30 AM on Tuesday. വ്യാഴാഴ്ച രാവിലെ 3 മുഖാവരണധാരികൾ കോഴിക്കോട് ഫെഡറൽ ബാങ്ക് കൊള്ളയടിച്ചു. എസ്കേപ്പിംഗ് വിത്ത് ആൻ undermined amount of money, Rajesh John, a cashier, was shot in the arm and taken to the city hospital. ബാങ്കിലെ കാഷ്യർക്ക് വെടിയേൽക്കുകയും അദ്ദേഹത്തെ പിന്നീട് ഹോസ്പിറ്റലൈസ് ചെയ്യുകയും ചെയ്തു. റിപ്പോർട്ടാവുമ്പോൾ അത് തിരിഞ്ഞു വരും. മറ്റേതിന് നമ്മളൊരു ഇൻട്രോ കൊടുത്തു, നമ്മൾ പ്രസൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇങ്ങനെ പോയപ്പോഴേ അവിടെ ചെന്നിട്ടാണ് ഇങ്ങനെ ഉണ്ടായി, പെട്ടെന്നാണ്. അത് നമ്മുടെ പ്രസൻറ്റേഷൻ്റെ പ്രത്യേകതയാണ്. അതേസമയം പത്രത്തിൽ അങ്ങനെ ഒരു പ്രസൻറ്റേഷൻ ഒരു പെട്ടെന്ന് എന്നുള്ളതിന് അത്ര ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. അബ്ദുൽ ഗദാനി ലോൺ ഷോട്ട്, അത് ഒരു വാർത്ത നിങ്ങൾക്ക് കാണിച്ചു തന്നിരിക്കുകയാണ്. ഇന്ത്യൻ എക്സ്പ്രസ് കൊടുത്തിട്ടുള്ള ഒരു വാർത്ത. അതിനുശേഷം ഇപ്പുറത്ത് വരുമ്പോൾ അബ്ദുൽ ഗദാനി ലോൺ ഷോട്ട് ഡെഡ് വിച്ച് അപ്പിയേഴ്സ് ഇൻ ബോൾഡ് ടൈപ്പ് ഈസ് ദി ഹെഡ്ലൈൻ. ഹെഡ്ലൈൻ്റെ പ്രത്യേകം നോക്കൂ, ബോൾഡ് ചെയ്തിരിക്കുകയാണ്. ഒന്നും കൂടി കറുപ്പിച്ചിട്ടാണത് എഴുതിയിരിക്കുന്നത്. ഇറ്റ് ഈസ് പുട്ട് അറ്റ് ദി ഹെഡ് ഓഫ് ദി സ്റ്റോറി ആൻഡ് ഗീവ്സ് ദ റീഡർ ആൻ ഐഡിയ അബൌട്ട് ദ സബ്ജക്റ്റ് ഓഫ് ദ സ്റ്റോറി. ആ ഹെഡ്ലൈൻ കാണിക്കുന്നത് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് എന്താണ് സ്റ്റോറി എന്ന്. അബ്ദുൽ ഖാനി മരിച്ചു എന്നുള്ളതാണ് നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത്. അപ്പം അത് പറയുന്നതിന് മുൻപ് ആ വാർത്ത നിങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ അതിൻ്റെ ഹെഡ്ലൈൻ ഒന്ന് ബോൾഡ് ചെയ്താൽ നിങ്ങളുടെ ശ്രദ്ധയെ പെട്ടെന്ന് അതിലേക്ക് ക്ഷണിക്കാനായിട്ട് പറ്റും. ശ്രീനഗർ May 21st is the date line. It tells the reader place and date of the story. എല്ലാ ന്യൂസ് സ്റ്റോറിക്കും മുൻപിൽ ഡേറ്റ് വയ്ക്കില്ല, പക്ഷെ പ്ലേസ് വയ്ക്കും. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പത്രത്തിൽ പല സ്ഥലങ്ങളിൽ നിന്നുള്ള വാർത്തകളുണ്ടാവും. അപ്പോൾ തൃശ്ശൂർന്നോ ഒല്ലൂർന്നോ അല്ലെങ്കിൽ പാവർട്ടി എന്നോ പർട്ടിക്കുലർ പ്ലേസ് ഏതോ ആ പ്ലേസ് കൊടുക്കും. ഡേറ്റ് പിന്നെ ഓൾറെഡി പത്രത്തിൻ്റെ മുകളിൽ ഫ്രണ്ട് പേജിൽ തന്നെ ഡേറ്റ് പ്രിൻ്റ് ചെയ്തിട്ടുള്ള കാരണം എല്ലായിടത്തും ഇങ്ങനെ ഡേറ്റ് വയ്ക്കുന്ന രീതി ഇപ്പോൾ ഫോളോ ചെയ്യുന്നില്ല. Then UNI is the credit line. The newspaper has published this story which has been supplied by the news agency United News of India. അവിടെ അപ്പുറത്ത് ഇന്ത്യൻ എക്സ്പ്രസ്സിൽ വന്ന വാർത്തയാണ്, പക്ഷേ അവരത്
അവരുടെ ക്രെഡിറ്റ് ലൈനിൽ കൊടുത്തിട്ടുണ്ട് ആരാണ് ഇത് ഞങ്ങൾക്ക് തന്നത് എന്ന്. ബ്രാക്കറ്റിൽ അവിടെ UNI എന്ന് എഴുതിയിട്ടുണ്ട്. യുണൈറ്റഡ് ന്യൂസ് ഏജൻസി ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥാപനമാണ് ഇവർക്ക് ഈ വാർത്ത കൊടുത്തിട്ടുള്ളതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ബ്രാക്കറ്റിൽ അവരുടെ പേരിട്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ബ്രാക്കറ്റിൽ അങ്ങനെ പേരെഴുതല്ല ചെയ്യുക. എല്ലാ വാർത്തയും കഴിഞ്ഞിട്ട് കടപ്പാട് എന്ന് പറഞ്ഞിട്ട് UNI എന്ന് എഴുതുകയാണ് ചെയ്യുക. ഏറ്റവും അവസാനമാണ് ബ്രാക്കറ്റിൽ കൊടുക്കുക. Sometimes the name of the reporter or correspondent appear below the headline. അത് നമ്മൾ കാണാറുള്ളതാണ്. ആരാണ് ലേഖകൻ എന്ന് മിക്കവാറും എഴുതിയിട്ടുണ്ടായിരിക്കും. ചിലപ്പോൾ സ്വന്തം ലേഖകൻ എന്നായിരിക്കും, ചിലപ്പോൾ ആരുടെയും പേര് കൊടുക്കില്ല. ഫോർ എക്സാമ്പിൾ ഫ്രം ജോൺ മേരി ബൈ KK കട്ടിയാൽ എക്സെട്ര. ഇറ്റ് ഈസ് ടേംഡ് ബൈ ലൈൻ ഇൻ ദി ന്യൂസ് പേപ്പർ ജാർഗൻ. ന്യൂസ് പേപ്പർ ലൈന് ബൈലൈൻ എന്നാണ് പറയുക. മിക്കപ്പോഴും പുതിയ ജേർണലിസ്റ്റുകളാണ് ബൈലൈന് വേണ്ടിയിട്ട് താല്പര്യം കാണിക്കുക. കാരണം അവർക്കതൊരു ക്രെഡിറ്റാണ്, ഒപ്പം തന്നെ ഒരു ഹോണറാണ്. അത് വെച്ചിട്ട് വേണം അവർക്ക് വേറെ പത്രങ്ങളിലേക്കും വേറെ സ്ഥാപനങ്ങളിലേക്കും ഒക്കെ ജോലിക്ക് ട്രൈ ചെയ്യാൻ. ദ ഫസ്റ്റ് പാരഗ്രാഫ് ഓഫ് ദ സ്റ്റോറി ഈസ് കോൾഡ് ഇൻട്രോ ഓർ ലീഡ്. ഇൻട്രൊഡക്ഷൻ്റെ ഇൻട്രോ ആണ്, അല്ലെങ്കിൽ ലീഡ് എന്നാണ് പത്രഭാഷയിൽ അതിനെ വിളിക്കുക. കാരണം ലീഡ് ചെയ്യാണ് ആ വാർത്തയിലേക്ക്. അപ്പോഴാണ് എന്താണ് വാർത്ത എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതും നമ്മൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്യുന്നു. In the above example, senior Hurriyat conference leader Abdul Ghani Lon was today shot dead by unidentified gunmen at a rally here, dealing a severe blow to the voice of the moderates among separatists in East. The intro or lead. എന്താണ് സംഭവം, അത് ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് എന്താണെന്നാണ് ഫസ്റ്റ് പാരയിൽ നമ്മൾ പറയും. ദ റെസ്റ്റ് ഓഫ് ദി ന്യൂസ് ഈസ് കോൾഡ് ബോഡി. അതായത് ഈ ഒരു പോർഷൻ, ഇതാണ് ബോഡി എന്ന് പറയുന്നത്. ഇത് ലീഡ് അല്ലെങ്കിൽ ഇൻട്രോ എന്ന പേരിൽ അറിയപ്പെടും. Contained in the news story, a well-written lead or intro is a prerequisite of a good story. ഇൻട്രോ നന്നായാൽ നിങ്ങളുടെ ബാക്കിയുള്ള ബോഡി അത് അടിപൊളിയാക്കാനായിട്ട് അത് കാരണമായി തീരും. കാരണം ഇൻട്രോ വായിച്ചാൽ ഇൻട്രസ്റ്റ് വരുന്ന ആളുകൾ മാത്രമേ നിങ്ങളുടെ ബോഡി വായിക്കുള്ളൂ, അല്ലെങ്കിൽ വായിക്കില്ല. അതാണല്ലോ പ്രശ്നം. അതുകൊണ്ട് ഇൻട്രോ എപ്പോഴും നന്നായിരിക്കാനാണ് ഒരു റിപ്പോർട്ടർ ശ്രദ്ധിക്കേണ്ടത്. ഇൻവേർട്ടഡ് പിരമിഡ് സ്റ്റൈൽ. എക്സാമ്പിൾ ഓഫ് ദി ഇൻവേർട്ടഡ് പിരമിഡ് ഫോം can be found in writing done before the mid of 19th century. But most journalism historians says that the concept developed during American Civil War. Newspaper correspondents in the field sent their dispatches by telegram. ശരിക്കും 19ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോട് കൂടിയിട്ടോ അല്ലെങ്കിൽ മധ്യത്തോട് കൂടിയിട്ടോ ആണ് ഇത്തരത്തിലൊരു സ്റ്റൈൽ വന്നതെന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. പക്ഷെ ചില ഹിസ്റ്റോറിയൻസ് പറയുന്നു വേൾഡ് വാറിൻ്റെ സമയത്തും ഇത്തരത്തിലുള്ള രീതി വന്നിരുന്നു. കാരണം അന്ന് ഇമെയിൽ ഇല്ല, വാട്സപ്പ് ഇല്ല, മെസ്സഞ്ചർ ഇല്ല, ടെക്സ്റ്റ് മെസ്സേജ് ഇല്ല, ഒരു വഴികളുമില്ല. അപ്പോൾ ആകെയുള്ളൊരു മാർഗം എന്ന് പറയുന്നത് ടെലഗ്രാഫാണ്. ടെലഗ്രാഫിൽ അയക്കുമ്പോൾ ഇങ്ങനെ തന്നെയാണ് അയക്കുക. ബിക്കോസ് ദേ വെർ അഫ്രൈഡ് ദാറ്റ് ദ സിസ്റ്റം വുഡ് മാൽ ഫങ്ഷൻ ഓർ എനിമി വുഡ് കട്ട് ദ വയേഴ്സ്. The correspondents squeezed the most important information into the first few sentences. അപ്പോൾ നമുക്കെതിരെയുള്ള ആൾക്കാർ അല്ലെങ്കിൽ നമ്മുടെ എനിമീസ് ടെലഗ്രാഫ് പോകുന്ന വയറുകൾ കട്ട് ചെയ്തിടാനോ അല്ലെങ്കിൽ അതിൽ നിന്ന് വിവരങ്ങൾ ചോർത്താനോ കാത്തിരിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അവർ ഇത് തടസ്സപ്പെടുത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യത്തിൽ തന്നെ കാര്യം എന്താന്ന് പറയുന്നത്. ഇന്നത്തെ യുദ്ധത്തിൻ്റെ കണക്കുകൾ ബ്രിട്ടീഷ് പട്ടാളം ജർമ്മനിയുടെ 1300 കിലോമീറ്റർ ഏരിയ പിടിച്ചെടുത്തു. 28 പട്ടാളക്കാരെ വധിച്ചു. ഇംഗ്ലണ്ടിൻ്റെ ഭാഗത്ത് 3 പട്ടാളക്കാർക്ക് വീരമൃത്യു. ഇങ്ങനെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വേഗത്തിൽ പറഞ്ഞിട്ടാണ് ടെലഗ്രാഫ് അയക്കുക, അല്ലെങ്കിൽ വിവരങ്ങൾ കൈമാറാനായിട്ട് പറ്റില്ല. Wire services which used telegraphs to transmit story until computers were introduced in the early 1970s have continued to use the
inverted pyramid as their staple from reporting. So, form of reporting. They enables the wire service to move stories quickly in a small chunks and their customers to use the story whatever length they need. അപ്പോൾ ഈ വയർ സർവീസൊക്കെ നിലനിൽക്കുന്ന കാലത്ത് ഇത്തരത്തിൽ വാർത്തകൾ ഇൻട്രോട് മാത്രം കൂടിയിട്ട് അയച്ചു കൊടുത്താലുള്ള മെച്ചം, ഇൻട്രോ കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെയുള്ള റിപ്പോർട്ടർക്ക് അതെന്തോരം വേണമെങ്കിൽ വലിച്ചു നീട്ടും. അയാൾക്കതിനെ സിമ്പത്തറ്റിക്കായിട്ട് വിഷ്വലൈസ് ചെയ്യാം, അല്പം എമ്പത്തറ്റിക്കായിട്ട് വിഷ്വലൈസ് ചെയ്യാം. അയാൾ എങ്ങനെ വിഷ്വലൈസ് ചെയ്യുന്നു എന്ന് അദ്ദേഹത്തിന് തീരുമാനിക്കാം. Newspaper also adopted the inverted pyramid style form of because it summarizes news quickly. It gives readers the convenience of grasping the news of the day by simply skimming lead paragraph. The form allows readers to decide whether they want to continue reading story or leave it after anyone its paragraph. An inverted pyramid can also be trimmed from the bottom, which makes it easier to fit into the tight news halls of a newspaper. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ എഡിറ്ററുടെ ലാഭം. സംടൈംസ് ഒരു റിപ്പോർട്ടർ ഇത്രയും വലിയൊരു വാർത്ത കൊണ്ടുവന്നു എന്ന് വിചാരിക്കും. റീഡറെ സംബന്ധിച്ചിടത്തോളം ലാഭമാണ്. ഇവിടെ വായന നിർത്താം, ഇവിടെ വെച്ച് വായന നിർത്താം, എവിടെ വേണമെങ്കിലും നിർത്താം. കാരണം കാര്യം നമുക്ക് ഇവിടെ തന്നെ മനസ്സിലായി. ഇനിയിപ്പോൾ വായിച്ചാലും വായിച്ചില്ലെങ്കിലും ഒക്കെ കണക്കാണ്. സമയമുണ്ടെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ നമുക്കിരുന്ന് വായിക്കാമെന്ന് മാത്രം. അത് റീഡറെ സംബന്ധിച്ചുള്ള ലാഭം. സബ് എഡിറ്ററെ സംബന്ധിച്ചൊരു ലാഭമുണ്ട്. അയാളെ സംബന്ധിച്ചുള്ള ലാഭം, സപ്പോസ് അയാൾക്ക് കിട്ടിയിട്ടുള്ള സ്പേസ് എന്ന് പറയുന്നത് പത്രത്തിൽ അയാൾക്ക് പ്രിന്റ് ചെയ്യാൻ അനുവദിച്ചിട്ടുള്ള സ്പേസ് ഇത്രയേ ഉള്ളൂ എന്ന് വിചാരിക്കും. എന്ത് ചെയ്യും? വാർത്ത ഇത്രയുണ്ട്, ഇത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അനുവദിച്ചിട്ടുള്ള സ്പേസിൽ കൊള്ളില്ല. അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഇവിടെയൊക്കെ സ്ഥലം ഉണ്ടെന്ന് വിചാരിക്കരുത് കേട്ടോ, ഇവിടെയൊന്നും സ്ഥലമില്ല. ഇത്ര സ്പേസ് തന്നെ ഉള്ളൂ കറക്റ്റ്. ഇങ്ങനൊരു സ്പേസാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ സബ് എഡിറ്റർ എന്ത് ചെയ്യും? അത്രയും ഭാഗങ്ങളുടെ മാച്ചകളെ ഡിലീറ്റ്. എന്താ കാരണം? അയാൾക്ക് അനുവദിച്ചിട്ടുള്ള സ്പേസിലേക്ക് ഇതിനെ കൊണ്ടെത്തിക്കണം. ഇനി ഞാനിത് ഇവിടെ വെച്ച് മുറിച്ചു, ഈ വാർത്തയ്ക്ക് വല്ല കുഴപ്പം പറ്റുമോ? ഒരു കുഴപ്പവും പറ്റില്ല. ഇച്ചിരി ഡീറ്റെയിൽസ് കുറയും, എക്സ്പ്ലെയിൻ വരെ ഉണ്ടാവുള്ളൂ, റിപ്പോർട്ട്സും കൺക്ലൂഡിങ്ങും ഒന്നും ഉണ്ടാവില്ല. കുഴപ്പമില്ല. വാർത്ത വായിക്കണവന് കാര്യം മനസ്സിലായില്ലേ? രോഹിത് ഫോമായി എന്ന് മനസ്സിലായി, ഓസ്ട്രേലിയക്ക് വേണ്ടി സ്മിത്ത് ഫോമായി എന്ന് മനസ്സിലായി, ബുംറയ്ക്ക് വിക്കറ്റ് കിട്ടിയത് മനസ്സിലായി, പാറ്റ് കമിൻസിന് വിക്കറ്റ് കിട്ടിയത് മനസ്സിലായി, ഇന്ത്യ ജയിച്ചു എന്നുള്ള കാര്യം മനസ്സിലായി. ഇനിയുള്ള കളി എന്ന് നടക്കുന്നു, എവിടെ നടക്കുന്നു, എങ്ങനെയാണ് കാര്യങ്ങൾ, എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാവാൻ സാധ്യത, ഇതൊന്നും അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പം അങ്ങനെ ഫിറ്റ് ചെയ്യേണ്ട സാഹചര്യം വരുമ്പോൾ അടിയിൽ നിന്ന് കട്ട് ചെയ്ത് കളഞ്ഞാലും വലിയ കുഴപ്പം വാർത്തയ്ക്ക് സംഭവിക്കില്ല. അല്ലെങ്കിൽ എങ്ങെത്താത്ത ഇങ്ങനെയാണെന്ന് വിചാരിച്ചോ, ഇങ്ങനെയാണ് നമ്മൾ എഴുതുന്നതെന്ന് വിചാരിക്കൂ. എനിക്ക് കിട്ടിയിട്ടുള്ള സ്പേസ് ഇത്രയേ ഉള്ളൂ. ഈ ഒരു സ്പേസിൽ എൻ്റെ വാർത്ത നിൽക്കണം എന്ന് വിചാരിക്കും. ഞാൻ എന്ത് ചെയ്യും? ഈ ഭാഗം അങ്ങോട്ട് കട്ട് ചെയ്യും. ഈ ഭാഗം കട്ട് ചെയ്താൽ ഈ പോയിന്റിലാണ് ഇന്ത്യ ജയിച്ചു എന്നുള്ള വാർത്ത വരുന്നുള്ളൂ. ഞാനിവിടെ വരെ വായിച്ച് ഓസ്ട്രേലിയക്ക് വേണ്ടി സ്റ്റീവൻ സ്മിത്ത് ഇത്ര റൺസ് നേടി, കഴിഞ്ഞു. ബാക്കി എന്തിട്ടാന്ന് പറയാൻ സ്ഥലമില്ല. അതുകൊണ്ടാണ് ഇൻവെർട്ടഡ് പിരമിഡ് സ്റ്റൈലിൽ എഴുതിയാൽ എഡിറ്റർക്ക് അല്പം കൂടി സൗകര്യപ്രദമായിട്ട് എഡിറ്റിംഗ് നടത്താനായിട്ട് പറ്റുമെന്ന് പറയുന്നു. റിപ്പോർട്ടേഴ്സ് യൂസിംഗ് ദ ഇൻവെർട്ടഡ് പിരമിഡ് സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ് ഫോർ നോർമലി summarize a story in the lead and present the fact in descending order of importance. Consequently, they place the story's most important detail in the second paragraph. They continue to add details in decreasing order of importance. Each paragraph presents additional information
names, description, quotation, conflicting viewpoints, explanation and backgrounding data. പ്രൈമറി അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും എന്തൊക്കെയാണെന്നുള്ളതാണ് നോക്കുന്നത്. അഡ്വാൻറ്റേജ് നോക്കാം. ഓഫ് ദി ഇൻവെർട്ടഡ് പിരമിഡ് സ്റ്റൈൽ ഈസ് ദാറ്റ് ടു അലൗ someone to stop reading a story only after 1 or 2 paragraphs. Doing so still allows that person to learn the story's most important details. എവിടെ വെച്ചും വായന നിർത്താനുള്ള സ്വാതന്ത്ര്യം വായനക്കാരന് അനുവദിച്ചു കൊടുക്കുകയും ഒപ്പം തന്നെ എന്താണ് സ്റ്റോറി എന്ന് മനസ്സിലാക്കാനുള്ള സാഹചര്യം ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഇറ്റ് ഓൾസോ ഹെൽപ്സ് ആൻഡ് ദ ഹെഡ്ലൈൻ writer to grasp the essential of the story more quickly. Moreover, if a story is too long, editor can easily delete one or more paragraph from the end. താഴത്തു നിന്ന് 2 പാരഗ്രാഫ് ഡിലീറ്റ് ചെയ്താലും ഒന്നും സംഭവിക്കാത്ത വിധത്തിൽ ഇതിനെ എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ അഡ്വാൻറ്റേജ്. ഇനി ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. ഏതൊരു കാര്യത്തിനും അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഉണ്ടാവും. Inverted pyramid style has several disadvantages. First, because the lead summarizes the fact and the later paragraph discuss in greater detail. Some of those facts may be repeated in the body. Second, ബോഡിയിൽ പൂർണ്ണമായിട്ടും റിപ്പീറ്റേഷനുള്ള സാധ്യതകളുണ്ട്. കാരണം ഡീറ്റെയിൽ ചെയ്യാണ്. അപ്പോൾ രോഹിത് 140 റൺ അടിച്ചു എന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞു. എന്നിട്ട് നമ്മൾ വീണ്ടും ഡീറ്റെയിൽ ചെയ്യും. 112 പന്തിൽ 140 റൺസ്, 8 ഫോറും 12 സിക്സോടിൻ്റെയും അകമ്പടിയോടെ രോഹിത് ശർമ്മ നേടിയെടുത്തു. ഈ 140 നേടിയെന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞാണ്. അപ്പോൾ ഡീറ്റെയിൽ ചെയ്യുമ്പോൾ അത് വീണ്ടും ആവർത്തിച്ചു വന്നു. ഇതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. കാരണം വായനക്കാരനെ വീണ്ടും വീണ്ടും അതന്നെ വായിക്കാനായിട്ട് പ്രേരിപ്പിക്കുകയാണ്. സെക്കൻഡ്, എ സ്റ്റോറി ദാറ്റ് ഫോളോസ് ദി ഇൻവെർട്ടഡ് പിരമിഡ് സ്റ്റൈൽ റയർലി കണ്ടെയ്ൻ എനി സർപ്രൈസസ്. The lead immediately reveals every major detail. അതൊരു കാര്യമാണ്. ഇത് വായിക്കാൻ ആൾക്കാരെ കിട്ടാതെ വരും. കാരണം ഇവിടെ തന്നെ കാര്യം എന്തിട്ടാന്ന് പറഞ്ഞു. ഇനി അത് എക്സ്പ്ലെയിൻ ചെയ്ത് പറയല്ലേ. അല്ലാതെ പക്ഷേ ജയിച്ചു എന്ന് തോന്നിയോടത്ത് ഇന്ത്യ തോറ്റു എന്ന അവസാനം എഴുതാൻ പറ്റുമോ? ഇന്ത്യ ജയിച്ചു എന്ന് ആദ്യമേ എഴുതിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ തന്നെ റിപ്പോർട്ട് മാത്രമേ നമുക്കിനി ആഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പം അതൊരു സർപ്രൈസിങ് ഇല്ലാത്ത, ഒരു ക്യൂരിയസ് അല്ലാത്ത ഒരു വാർത്തയെ സൃഷ്ടിക്കാനേ കാരണമാവും. If 2 cars collide and several people injured, an inverted pyramid story about the accident might contain the following sequence of the paragraph. ആദ്യത്തേതിലെ summarize the story, identify the injured, then explain how accident occurred, then report charges filed against the drivers, കോട്ട് ഓഫ് ദി ഡ്രൈവർ, പോലീസ് ഓഫീസർ ആൻഡ് വിറ്റ്നസ്, അതെപ്പോഴും ഉണ്ടാവുന്നതാണ്. ദെൻ ഡിസ്ക്രൈബ് ട്രാഫിക് പ്രോബ്ലം കോസ്ഡ് ബൈ ദ ആക്സിഡൻറ്റ്. വാഹനങ്ങൾ മാറ്റിയിടാൻ കഴിയാത്തതിൻ്റെ പേരിൽ ഇത്ര മണിക്കൂർ നേരത്തെ ബ്ലോക്ക് ഉണ്ടായി എന്നൊക്കെ പറയും. അതൊന്നും വായനക്കാരന് ചിലപ്പോൾ കേൾക്കണമെന്ന് താല്പര്യം ഉണ്ടാവില്ല. ജസ്റ്റ് എന്താണ് ഉണ്ടായത്, വാഹനം കൂട്ടിയിടിച്ചു, എത്ര പേര് മരിച്ചു, എത്ര പേർക്ക് അപകടം സംഭവിച്ചു, ഇത് മാത്രമേ നമുക്ക് അറിയേണ്ട കാര്യം ഉണ്ടാവുള്ളൂ. ദെൻ പ്രസൻറ്റ് മൈനർ ഡീറ്റെയിൽസ് ലൈക്ക് റോഡിൻ്റെ അപര്യാപ്തതയാണ്, അല്ലെങ്കിൽ റോഡിൻ്റെ മോശം അവസ്ഥയാണ് അപകടത്തിന് കാരണമായത്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. നോർമലി ന്യൂസ് മീഡിയ എംഫസൈസ് ഐദർ ദ റോൾ ദാറ്റ് പീപ്പിൾ പ്ലേ ഇൻ എ സ്റ്റോറി ഓർ സ്റ്റോറീസ് ഇമ്പാക്ട് ഓൺ ദി ലൈഫ്സ് ഓഫ് ദോസ് പീപ്പിൾ. കോൺസിക്വൻ്റ്ലി പാരഗ്രാഫ് 2 ഐഡൻറ്റിഫൈസ് ദി ഇൻജേർഡ് പീപ്പിൾ. ഡാമേജ് ഓഫ് ദ കാർ സച്ച് ആസ് ലെസ് ഇമ്പോർട്ടൻറ്റ് ഫാക്ട് ഈസ് റിപ്പോർട്ടഡ് ലേറ്റർ. Notice that if damage was not unusual, the story might not mention it. Paragraph 3 describe the accident itself, the recent action and main point of the story. Quotations such as those used in the paragraph 5, 6, 7 and add details and color as well as a pleasing change of pace. Paragraphs 8 and 9 and 10 are less essential and might be deleted if space is limited. അവർക്ക് അനുവദിച്ചിട്ടുള്ള സ്പേസ് കുറവാണെങ്കിൽ ചിലപ്പോൾ 8, 9, 10 പാരഗ്രാഫുകളൊക്കെ ചിലപ്പോൾ ഡിലീറ്റ് ആയി പോകും. നോട്ട് എവറി റിപ്പോർട്ടഡ് വുഡ് പ്രസന്റ് all the facts in the same order. Some variations in is inevitable. However,
most reporters would begin with a summary lead followed by the most important of the remaining fact. Usually that means the victim identified, particularly if they were seriously injured, and a description of the accident. നമ്മളെപ്പോഴും ആക്സിഡൻറ്റിനെ തന്നെ കാര്യമായിട്ട് ഡിഫൈൻ ചെയ്യാനോ അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചത് അതിൻ്റെ ഡീറ്റെയിൽസ് അവിടെ കണ്ടു നിന്നവരുടെ ഇൻഫർമേഷൻസ്, ഇപ്പോൾ ചിലപ്പോൾ ആ കാറിനായിരുന്നു വേഗത കൂടുതൽ, അല്ലെങ്കിൽ ബസ്സും കാറും കൂട്ടിയിടിച്ചാണെങ്കിൽ ബസ്സിനായിരുന്നു വേഗത കൂടുതൽ, അമിത വേഗതയിൽ ആ ചെറിയ റോട്ടിലൂടെ പാഞ്ഞു വന്ന ബസ്സാണ് ആക്സിഡൻറ്റിന് കാരണമായത്. പിന്നെ പോലീസിൻ്റെ വക ഒരു എക്സ്പ്ലനേഷൻ ഉണ്ടായിരിക്കും, ഡ്രൈവർക്കെതിരെ കേസെടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ മറ്റൊരാൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കും. ചിലപ്പോൾ ഇഞ്ചേർഡ് ആയിട്ടുള്ള ഡ്രൈവർക്ക് ചിലപ്പോൾ സംസാരിക്കാൻ പറ്റുമെങ്കിൽ അയാൾ ചിലപ്പോൾ പറയും ബസ്സാണ് എതിർദിശയിൽ കൺട്രോൾ ഇല്ലാതെ അനിയന്ത്രിതമായിട്ടുള്ള സ്പീഡിൽ കടന്നു വന്നത്, അതുകൊണ്ടാണ് ഉണ്ടായത്. അല്ലെങ്കിൽ ബസ് ഡ്രൈവർക്കൊന്നും പറ്റിയിട്ടില്ല, അയാൾ പറയും കാറുകാരൻ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് ഈ ആക്സിഡൻറ്റ് ഉണ്ടായത്. പക്ഷേ എപ്പോഴും ബസ്സിനെതിരെ മാത്രമാണ് കുറ്റപ്പെടുത്തലുകൾ കൂടുതലായി സംഭവിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ ചിലപ്പോൾ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇതാണ് ഇൻവെർട്ടഡ് പിരമിഡ് സ്റ്റൈലിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. അഡ്വാൻറ്റേജ് ഒന്ന്, എപ്പോൾ വേണമെങ്കിലും വായന നിർത്താം, എവിടെ വേണമെങ്കിലും വായന അവസാനിപ്പിക്കാം. എന്നാലും നമുക്ക് വാർത്തയിൽ നിന്നുള്ള എല്ലാം കിട്ടാനുള്ള സാഹചര്യമുണ്ട്. രണ്ടാമത്തെ അഡ്വാൻറ്റേജ്, എഡിറ്ററെ സംബന്ധിച്ചിടത്തോളം സ്പേസ് അവൈലബിലിറ്റി കുറവുള്ള സാഹചര്യത്തിൽ അടിയിൽ നിന്നുള്ള പാരഗ്രാഫുകൾ വെട്ടിച്ചുരുക്കിയാലും സ്റ്റോറിക്കൊന്നും തന്നെ സംഭവിക്കില്ല എന്നുള്ളതാണ്. ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് റിപ്പീറ്റേഷൻ വരാനായിട്ട് കാരണമാവും. രണ്ട്, സർപ്രൈസിങ് ആയിട്ടോ എൻ്റർടൈനിങ് ആയിട്ടോ ഒന്നും തന്നെ ഇല്ല. കാരണം ഫസ്റ്റ് 2 പാരഗ്രാഫ്സിൽ തന്നെ ടോട്ടൽ സ്റ്റോറി റിവീലായി കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് പുതിയത് എന്ന് പറയാനായിട്ട് അതിനകത്ത് ഒന്നും തന്നെ ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഇതാണ് അവർ ഗ്ലാസ് സ്റ്റൈല്. ഇനിയുള്ളത് ഇൻവെർട്ടഡ് പിരമിഡ് സ്റ്റൈല്. ഇനിയുള്ളത് അവർ ഗ്ലാസ് സ്റ്റൈലാണ്. അവർ ഗ്ലാസ് സ്റ്റൈല് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. അതിൽ തന്നെ എന്തൊക്കെയാണ് ഒരു ന്യൂസ് റിപ്പോർട്ടിൽ ഉണ്ടായിരിക്കേണ്ട കാര്യങ്ങൾ എന്നുള്ളതും നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ തന്നെ ചർച്ച ചെയ്യാം. ഒപ്പം ലീഡ് എന്താണ്, ഇൻട്രോ എന്താണെന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു ചെറിയ ഒരിത് നമുക്ക് കാണാനുണ്ട്. എന്തൊക്കെയാണ് ഒരു ലീഡിൽ ഉൾപ്പെടുത്തേണ്ടത് എന്നും നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ചർച്ച ചെയ്യും. അപ്പോൾ എല്ലാവർക്കും നല്ല ദിവസങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.